സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസ് എന്താണ് ആൻഡ് റിഡംഷൻ എന്താണ് ആൻഡ് റിഡംഷൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതിൽ സോഴ്സസിലാണ് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളത്. 3 സോഴ്സസ് ആണുള്ളത് പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഓക്കെ, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തുകയാണ്? നമ്മളുടെ നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീഫണ്ട് ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തുന്ന മെത്തേഡിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസാണ് നമുക്ക് നോക്കാനുള്ളത്, ഓർ ഫസ്റ്റ് സോഴ്സ് ആണ്, ദാറ്റ് ഈസ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഒന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്തൊക്കെയായിരിക്കും അവിടെ വരുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നാമത് വരുന്നത് പുതിയ ഷെയർസ് നമ്മളുടെ കമ്പനിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ പുതിയ ഷെയർ ഹോൾഡേഴ്സ് നമ്മളുടെ കമ്പനിക്ക് വരികയാണ്. നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻസൽ ആവുന്നുണ്ട്, അതേസമയം പുതിയ ഇക്വിറ്റി ഷെയർസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കേസിൽ ഫസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റ്. ഓക്കെ, നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമുക്കിപ്പോൾ നോക്കാനില്ല, നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാനേ ഉള്ളൂ. എന്നാൽ ഒരു കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ ആലോചിക്കുക, കമ്പനിയുടെ കേസിൽ എന്താ വരുന്നത്? കമ്പനിക്ക് നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പോകുന്നുണ്ട് ആൻഡ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രോഫിറ്റിലൊന്നും വലിയ ചേഞ്ചസ് വരുന്നില്ല. പകരം അവർക്ക് അവിടെ പുതിയ ഷെയർ ഹോൾഡേഴ്സ്, പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വാലൻ്റ് എമൗണ്ട് തന്നെയായിരിക്കും പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുന്നത്. നമ്മൾ പാർ വാല്യൂവിലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ സെയിം എമൗണ്ട് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് നമുക്ക് പുതിയതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എന്ത് മനസ്സിലാക്കുന്ന, ഫസ്റ്റ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരുന്ന പ്രോസസ്സാണ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ചേഞ്ചസ് വരും. ബാലൻസ് ഷീറ്റിൽ എമൗണ്ടിന് ചേഞ്ചസ് വരുന്നതിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവുന്നു എന്നുള്ളതാണ് വരുന്നത്. നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അത് വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓക്കെ, നമ്മളുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ ഒന്നും വരുന്നില്ല, മാറ്റം വരുന്നില്ല. കാരണം പോയ അത്രയും എമൗണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റിഡക്ഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. അതിന് പകരം ഓണർഷിപ്പിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ വരുന്ന മേജർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, നമുക്ക് 3 ടൈപ്പായിട്ട് അല്ലെങ്കിൽ 3 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഓക്കെ, എത്രയാണോ നമുക്ക് റെഡീം ചെയ്യേണ്ടത് സെയിം എമൗണ്ട് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന കേസാണ് പാർ എന്ന് പറയുന്നത്. പാർ വാല്യൂ മീൻസ് റിയൽ വാല്യൂ, അതിൻ്റെ റിയൽ വാല്യൂ എത്രയാണോ അത്ര തന്നെ എമൗണ്ടിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഉള്ളത് 1 lakh റുപ്പിയാണ്, അതായത് നമ്മൾ റെഡീം ചെയ്യേണ്ടത് 1 lakh റുപ്പിയാണ്. ആൻഡ് ആ 1 lakh റുപ്പി വർത്ത് ഫ്രഷ് ഇഷ്യൂ തന്നെ നമ്മൾ നടത്തുകയാണ്, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിന് നടത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ എന്നുള്ള കണ്ടീഷനിൽ പറയും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ അത് നോക്കാം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഓക്കെ, എന്താ ചെയ്യുന്നത്?
പ്രീമിയത്തിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. പ്രീമിയം മീൻസ് എക്സ്ട്രാ എമൗണ്ടിലാണ് നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റിഡംഷൻ അറ്റ് പാർ. റിഡീം ചെയ്യുന്നത് 1 lakh ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 1 lakh തന്നെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഫോർ എക്സാമ്പിൾ 2 lakhനോ അല്ലെങ്കിൽ 1,50,000 ഒക്കെ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന കേസിനാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് കണ്ടീഷൻ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. ഇഷ്യൂ ആൻഡ് റിഡംഷൻ രണ്ടും പ്രീമിയത്തിലാവുന്ന കേസും ഉണ്ടാവാം. ഇത് മൂന്നുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്ത് പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് പകരം നമുക്ക് ആദ്യം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. എന്നാലേ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ 3 കണ്ടീഷൻ എന്താണെന്നുള്ളത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നെ നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കുക. ഒരു എക്സാമ്പിളായിട്ട് തന്നെ നോക്കുക. ഓക്കെ, എ ലിമിറ്റഡ് had 10,008% redeemable preference shares of ₹100 each fully paid up. അപ്പോൾ നിങ്ങൾ നോക്കണം ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഫുള്ളി പെയ്ഡ് അപ്പ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾ പോയിൻ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ നിങ്ങൾ എത്രയാണോ പാർട്ട്ലി പെയ്ഡ് അപ്പ് തന്നിരിക്കുന്നത് ബാക്കി എത്ര കോൾ ചെയ്യാനുണ്ടോ ആ എമൗണ്ട് കൂടെ കോൾ ചെയ്തതിന് ശേഷം അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിഡംഷൻ്റെ ജേർണൽ എൻട്രീസ് എഴുതാൻ കഴിയുള്ളൂ. കറണ്ട് ക്വസ്റ്റ്യനിലില്ല. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഫുള്ളി പെയ്ഡ് അപ്പ് ആണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. സോ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണ്. എത്ര ഷെയർസ് ഉണ്ട്? 10,000 ഷെയർസാണ് കമ്പനിക്കുള്ളത്. 10,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഓക്കെ, അപ്പോൾ 10,000 ഷെയർസാണ്. അതിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ 100 ആണ്. സോ ടോട്ടൽ എത്ര വരും? 10,000 × 100 10 lakh ആണ് അവർക്ക് ടോട്ടൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഉള്ളത്. 8% ആണ് അതിൻ്റെ ഡിവിഡൻഡ്. പക്ഷേ ഡിവിഡൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രി ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് മീൻസ് ടോട്ടൽ അവർക്കിപ്പോൾ 10 lakh പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉള്ളത്. അവർക്ക് റിഡീം ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 10 lakh ആണ്. ഓക്കെ, വർക്കിംഗ് നോട്ടായിട്ട് എഴുതി വെക്കുക. The company decided to redeem these preference shares at par by issue of sufficient number of equity shares of ₹100 each fully paid at par. ഇവിടെ നോക്കുക എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. റിഡംഷൻ അറ്റ് പാർ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. റിഡംഷൻ അറ്റ് പാർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബൈ ഇഷ്യൂ ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഫുള്ളി പെയ്ഡ് അറ്റ് പാർ. പുതിയതായിട്ട് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10 രൂപ വെച്ചുകൊണ്ട് പുതിയതായിട്ട് ഇക്വിറ്റി ഷെയർസ് ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർ വാല്യൂവിന്, അതായത് എത്രയാണോ ഇവർക്ക് റിഡീം ചെയ്യേണ്ട വാല്യൂ അത്ര തന്നെ എമൗണ്ടിന് ഈക്വലായിട്ട് ഇക്വിറ്റി ഷെയർസാണ് കമ്പനി പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആണോ എന്ന് നോക്കണം. ദെൻ എത്ര എമൗണ്ട് ആണ് റിഡീം ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ 10 lakh നമുക്ക് റിഡീം ചെയ്യണം. അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റിഡീം ചെയ്യുന്നത് പാറിലാണോ പ്രീമിയത്തിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റിഡീം ചെയ്യുന്നത് പാർ വാല്യൂവിലാണ്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കമ്പനി എന്ത് ചെയ്യില്ല, അവരുടെ പ്രിഫറൻസ് ഷെയർസ് ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യില്ല. ഓക്കെ, അത് കമ്പനിയുടെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. 1 lakh ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷെയർ ഹോൾഡർക്ക് 50,000 ഒരിക്കലും ഒരു കമ്പനി തിരിച്ച് നൽകില്ല. ഒന്നെങ്കിൽ 1 lakh തിരിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ 1 lakhനേക്കാൾ മോർ എമൗണ്ട് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. കമ്പനി നെവർ പേ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഫുള്ളി പെയ്ഡപ്പ് ആണ്. പ്രിഫറൻസ് ഷെയർസ് എത്രയാണ് റിഡീം ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പാർ വാല്യൂവിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അതായത് കറക്റ്റ് 10 lakh തന്നെയാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. ആൻഡ് അതിന് വേണ്ടി കമ്പനി 10 rupees വരുന്ന ഇക്വിറ്റി ഷെയർസാണ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതും അവർ പാർ വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻസ്. ഓക്കെ, ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ജേർണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഷെയർസ് കോൾ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് സെക്കൻഡ് സെമ്മിൽ എന്തൊക്കെയാണ് ഷെയർസിൻ്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ജേർണൽ എൻട്രി എന്തൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർസാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്യുന്നത്. പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസാണ്. ഇക്വിറ്റി ഷെയർസ് എത്ര രൂപക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യണം? ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് നമ്മളുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. എന്നാൽ നമുക്കതിൻ്റെ എമൗണ്ട് എത്രയാണ്, എത്ര രൂപക്ക് നമ്മളതിനെ ഇഷ്യൂ ചെയ്യണം? 10 രൂപ ഫേസ് വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. പാർ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും റിഡീം ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ഇവിടെ റിഡീം ചെയ്യേണ്ടതുണ്ട്? ടോട്ടൽ 100 rupees വരുന്ന 10,000 പ്രിഫറൻസ് ഷെയർസാണ് നമുക്കുള്ളത്. അതായത് 10 lakh rupeesനുള്ള പ്രിഫറൻസ് ഷെയർസാണ് നമുക്ക് റിഡീം ചെയ്യാനുള്ളത്. ഓക്കെ, അത് റിഡീം ചെയ്യുന്നതിന് വേണ്ടി കമ്പനി 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ന്യൂ ഇക്വിറ്റി ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. 10 rupees വരുന്ന ഇക്വിറ്റി ഷെയർസ്. സോ 10 lakh ഡിവൈഡഡ് ബൈ 10 rupee ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, 10 രൂപ വിലയുള്ള എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് 10 lakhലേക്ക് എത്താം? 10 lakh ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1 lakh. ഓക്കെ, 1 lakh ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്യേണ്ടത്. 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 lakh rupees റേസ് ചെയ്യാൻ കഴിയും. ഈ 10 lakh rupees യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ റിഡീം ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. റിഡീം അറ്റ് പാർ ആൻഡ് ഇഷ്യൂ അറ്റ് പാർ എന്ന് പറയുമ്പം എത്രയാണോ നമുക്ക് റിഡീം ചെയ്യേണ്ട എമൗണ്ട് എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് അത് നമുക്ക് റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യണം, നമ്പർ ഓഫ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് ആദ്യം എഴുതി വെക്കുക വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ്. അല്ലെങ്കിൽ നമുക്ക് കറൻ്റ്ലി നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ എമൗണ്ടാണ് 10 lakh. 10 lakh മീൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ചാണ് നമുക്ക് ഇപ്പോൾ കമ്പനിക്കുള്ള പ്രിഫറൻസ് ഷെയർസ്. അതാണ് നമുക്ക് റിഡീം ചെയ്യേണ്ടത്. സോ 10,000 into 100 ഈസ് ഈക്വൽ ടു 10 lakh ഈസ് ദ എമൗണ്ട് ടു ബി റിഡീംഡ്. ദെൻ അത് റിഡീം ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 rupee ആണ്. സോ 10 lakh ഡിവൈഡഡ് ബൈ 10
ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 1 lakh ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ മാത്രമേ നമുക്ക് 10 lakh റുപ്പീസിലേക്ക് നമ്മളുടെ ഫണ്ടിനെ എത്തിക്കാൻ കഴിയുള്ളൂ. സോ 1 lakh എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ആണ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് ആണ് 1 lakh എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജേണൽ എൻട്രിയിലേക്ക് വരിക. ഇനി നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താണെന്നുള്ളത് ആദ്യം പഠിക്കുക. ഫസ്റ്റ് വരുന്ന 3 ജേണൽ എൻട്രിയാണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ദെൻ സെക്കൻഡ് വൺ, നിലവിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. തേർഡിൽ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കുക. ഈ 3 ജേണൽ എൻട്രീസേ നിങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് കേസിൽ, അതായത് ഫ്രഷ് ഇഷ്യൂ അറ്റ് പാർ ആൻഡ് റിഡംഷൻ അറ്റ് പാർ കേസത്തെ മെത്തേഡാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ജേണൽ നിങ്ങൾ വരയ്ക്കുക. ബുക്സ് ഓഫ് എ ലിമിറ്റഡിൽ ഒരു ഡേറ്റിൻ്റെ കോളം ആൻഡ് പർട്ടിക്കുലേഴ്സ്, ദെൻ 2 എമൗണ്ട് കോളം, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ജേണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ അവിടെ വരുന്ന പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം പുതിയ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് കമ്പനിക്ക് വരികയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ലൈബിലിറ്റി ഓർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ ലൈബിലിറ്റി സൈഡ് വരുന്ന ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൽ? പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ട് ലയബിലിറ്റി ഓർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ബാങ്ക് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അസറ്റ് ടു ദ കമ്പനി. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. 10 lakh നമ്മളുടെ കയ്യിലേക്ക് ഫണ്ട് വന്നിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അതായത് അവിടെ നമുക്ക് അത്രയും ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് 10 lakh. ഫസ്റ്റ് ജേണൽ എൻട്രി ഇതാണ്. നറേഷൻ എഴുതുക. എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. ദെൻ സെക്കൻഡ് വൺ, എത്രയാണ് നമുക്കിപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്? 8% redeemable preference share capital account debtor to preference share holders account 10 lakh. പാർ വാല്യൂയിലാണ് അവർക്ക് കൊടുക്കേണ്ടത്. സോ എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രിയാണ് നമ്മൾ സെക്കൻഡ് എഴുതിയിരിക്കുന്നത്. അതെന്താണ്? ജേണൽ എൻട്രി നിങ്ങൾ പഠിക്കുക. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ദെൻ തേർഡ് വൺ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അതേതാണ്? അവർക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രിയാണ്. ഓക്കെ, അവർക്ക് തിരിച്ച് ആ ഫണ്ട് റെഡീം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് വരുന്ന എൻട്രിയാണ് ലാസ്റ്റ് വൺ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാണ് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാണ്. സോ ഇറ്റ് ഹാഡ് ടു ബി ഡെബിറ്റഡ്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് നമ്മൾ 10 lakh റുപ്പീസ് കൊടുക്കുകയാണ്. നമ്മളുടെ ബാങ്കിൻ്റെ കമ്പനിക്കുള്ള ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അത്രയും ഡിക്രീസ് ചെയ്യാണ്. സോ അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ തേർഡ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ₹10 lakh. ഓക്കെ, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സിമ്പിളായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? 10 lakh റുപ്പീസാണ് നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അത്ര തന്നെ വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. ഇതാണ് ഈ ഒരു മെത്തേഡിൽ നോക്കേണ്ടത്. വർക്കിംഗ് നോട്ട് എഴുതി വെക്കുക. ദെൻ നെക്സ്റ്റ് മെത്തേഡ്
ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പാർ. ഇതിൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രീസ് ഈക്വൽ ആയിട്ട് തന്നെയാണ് വരിക. അതായത് 3 കേസസ് തന്നെയാണ്. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ളത് ആൻഡ് ഡ്യൂ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എൻട്രി ആൻഡ് അവർക്ക് പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള എൻട്രി. ഇതിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്. നമ്മൾ നേരത്തെ പ്രീമിയത്തിലല്ല പാറിലായിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. അതിന് പകരം ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഓക്കെ, സോ പ്രീമിയത്തിലാവുന്ന സമയത്ത് അവിടെ എന്ത് ഡിഫറൻസ് വരും അത് നിങ്ങൾ നോക്കുക. ബി ലിമിറ്റഡ് ഹാഡ് 3,009% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹200 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ്. സോ ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്, 200 ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ. അങ്ങനെ 3,000 പ്രിഫറൻസ് ഷെയർസ് ആണ് അവർക്കുള്ളത്. ടോട്ടൽ 6 lakh പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. അത്രയും എമൗണ്ടാണ് അവർ തിരിച്ചു കൊടുക്കേണ്ടത്. ദ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദീസ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. തിരിച്ചു കൊടുക്കുന്നത് അവർ പാർ വാല്യൂവിൽ തന്നെയാണ്. അതായത് 6 lakh ആണ് ഇവരുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ 6 lakh അവർക്ക് അത്ര തന്നെയായിട്ട് 6 lakh തന്നെയായിട്ടാണ് കമ്പനി തിരിച്ചു റീപേയ്മെൻറ്റ് നടത്തുന്നത്. അതാണ് പാർ വാല്യൂവിൽ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ഇഷ്യൂ ഓഫ് sufficient number of ordinary shares of ₹25 each at a premium of 2 per share as fully paid. എന്താണ് അവരെങ്ങനെയാണ് ഇത് തിരിച്ചു കൊടുക്കുന്നത്? ഫ്രഷ് ഇഷ്യൂ ഓഫ് ഓർഡിനറി ഷെയർസ് ഓർ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹25 ഈച്ച്. 25 രൂപ ഫേസ് വാല്യൂ വരുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് കമ്പനി ഇവർക്ക് വേണ്ട ഫണ്ട് റേസ് ചെയ്യുന്നത്. ഇത് റീപേയ്മെൻറ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്നത് ₹25 ഫേസ് വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. പ്ലസ് ആ ഷെയർസിന് അറ്റ് എ പ്രീമിയം ഓഫ് 2 per share ആണ്. 25 രൂപ വരുന്ന ഇക്വിറ്റി ഷെയർസ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് 27 രൂപക്കാണ്. 2 രൂപ എന്ന് പറയുന്നത് പ്രീമിയമാണ്. ഓക്കെ, 25 രൂപ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ആണ്, ഫേസ് വാല്യൂ ആണ്. അത് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 27 rupeesനാണ്. 2 rupee പ്രീമിയം കൂട്ടിയിട്ടാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നോർമൽ ഉള്ള വാല്യൂവിനേക്കാളും എക്സ്ട്രാ എമൗണ്ടിനാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ഇഷ്യൂ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടോട്ടൽ 27 rupeesനാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ ആദ്യം നോക്കുക എത്ര രൂപക്കാണ് എത്ര രൂപയാണ് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്നത്. എത്രയാണ്? 3,000 into 200, that is 6 lakh is the amount to be redeemed by the company. Okay, total 6 lakh പ്രിഫറൻസ് ഷെയർസ് ആണ് കമ്പനിക്ക് റിഡീം ചെയ്യാനുള്ളത്. അതിനുവേണ്ടി കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 25 rupees വാല്യൂ വരുന്ന ഇക്വിറ്റി ഷെയർസ് ആണ് അറ്റ് എ പ്രീമിയം ഓഫ് 2 per share. ഓക്കെ, ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പനി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് സ്പെസിഫിക് പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ പ്രീമിയം എന്ന് പറയുന്നത് 2 rupees ആണ് വരുന്നത്. ഈ ഒരു പ്രീമിയം എമൗണ്ട് കമ്പനിക്ക് അവരുടെ റിഡംഷൻ്റെ പ്രീമിയം പേയ്മെൻറ്റ് നടത്തുന്നതിന് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കമ്പനി റിഡീം ചെയ്യുന്നത് പാർ വാല്യൂവിൽ തന്നെയാണ്, പ്രീമിയത്തിലല്ല റിഡീം ചെയ്യുന്നത്. അങ്ങനെ പ്രീമിയത്തിൽ റിഡീം ചെയ്യുകയാണെങ്കിൽ ആ പ്രീമിയം റിഡീം ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ കമ്പനിക്ക് ഈ ഒരു ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കമ്പനിക്ക് എത്ര റുപ്പീസിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് മാത്രമേ കമ്പനിയുടെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ ഫേസ് വാല്യൂവിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇഫ് ദ കമ്പനി redeemed the preference shares at premium, then this premium amount can be provided by using the new issue of shares premium. ഓക്കെ, അതല്ലാതെ പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ഒരിക്കലും കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫേസ് വാല്യൂ പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം, 25 റുപ്പീസിനാണ് നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, പ്ലസ് പ്രീമിയം 2 റുപ്പീസ് കൂടെ ഉണ്ട്, 27. ഓക്കെ, എന്നാൽ കമ്പനി റെഡീം ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പാർ വാല്യൂവിലാണ്. അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സെയിം എമൗണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. പാർ വാല്യൂവിലാണ് കമ്പനി റെഡീം ചെയ്യുന്നതെങ്കിൽ ആ പാർ വാല്യൂവിൽ റെഡീം ചെയ്യുന്ന എമൗണ്ട് മീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നതിന് കമ്പനിയുടെ ഇഷ്യൂ ചെയ്യുന്ന ടൈമിലുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫേസ് വാല്യൂവിൽ, അതായത് 25 റുപ്പീസ് വരെയുള്ള വാല്യൂ എടുത്തുകൊണ്ട് മാത്രമേ കമ്പനിക്ക് ഫേസ് വാല്യൂവിൽ അല്ലെങ്കിൽ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റീഫണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. പ്രീമിയം റുപ്പീസ് വെച്ചുകൊണ്ടാണ് കമ്പനി ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് അവർക്ക് റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, 25 റുപ്പീസാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ. ആ ഒരു റുപ്പീസ് വെച്ചുകൊണ്ട് മാത്രമേ കമ്പനിക്ക് ഇവരുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ റീഫണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. പ്രീമിയത്തിൽ ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ 27 റുപ്പീസിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പ്രീമിയം എമൗണ്ട്, അതായത് 2 റുപ്പീസ് വെച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് ഇവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫേസ് വാല്യൂ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറ്റില്ല. അത് നമുക്ക് അടുത്ത കണ്ടീഷനിൽ പഠിക്കാനുള്ളതാണ്. അത് അപ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എത്രയാണോ അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർ വാല്യൂവിൽ റിഡീം ചെയ്യുന്ന സമയത്ത് പാർ വാല്യൂ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെ ഈ 2 റുപ്പീസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര എമൗണ്ട് നമുക്ക് റെഡീം ചെയ്യേണ്ടതുണ്ട് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്, പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ. അവിടെ നിങ്ങൾ 27 എടുക്കരുത്, 25 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. 6 lakh ഡിവൈഡഡ് ബൈ 25, ദാറ്റ് ഈസ് 24,000 ന്യൂ ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് വരുന്ന ഡിഫറൻസ് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളൊരു ജേർണൽ എൻട്രി മാത്രമാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത്, പാർ വാല്യൂവിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ. ദെൻ നമ്മൾ പ്രീമിയത്തിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, എക്സ്ട്രാ വന്നിരിക്കുന്നത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടാണ്. ഇതിലൊക്കെ എത്ര എമൗണ്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ടോട്ടൽ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 27 റുപ്പീസിനാണ്. 24,000 ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമ്പർ ഓഫ് ഷെയർസ് 24,000 ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. 24,000 ഇൻറ്റു 27, ഓക്കെ, 6,48,000 നമ്മൾ ടോട്ടൽ കളക്ട് ചെയ്തിട്ടുണ്ട്. 27 ഈസ് ഈക്വൽ ടു 25 + 2. ഓക്കെ, ഇഷ്യൂ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് എമൗണ്ട് നമ്മളുടെ കയ്യിൽ
ക്യാഷ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് 6,48,000. അതിൽ 25 റുപ്പീസ് വരെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 25 ആണ്. ദാറ്റ് ഈസ് 6 lakh റുപ്പീസ്. ഓക്കെ, ബാക്കി 2 റുപ്പീസ് വെച്ചുകൊണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 24,000 ഇൻറ്റു 2 48,000 എന്ന് പറയുന്നത് നമ്മളുടെ പ്രീമിയമാണ്. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ് 48,000 എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഈ 48,000 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ 48,000 നമുക്ക് സ്പെസിഫിക് പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രീമിയം എമൗണ്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു 48,000 യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ കംപ്ലീറ്റ് 6,48,000 യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും പ്രിഫറൻസ് ഷെയർസ് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റിഡീം ചെയ്യാൻ കഴിയുന്നില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് 6 lakh ആണ് ഫേസ് വാല്യൂവിൽ വന്നിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മൾ റേസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 6 lakh ആണ്. ബാക്കി 48,000 സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്. ആ ഒരു റിസർവ് നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അതിന് വേണ്ട പർപ്പസ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 6 lakh എമൗണ്ട്, ഈ ഒരു 6 lakh എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ റെഡീം ചെയ്യേണ്ടത്. നമുക്ക് 6 lakh ആണ് റെഡീം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. 9% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ആൻഡ് റെഡീം ചെയ്യുന്ന ജേർണൽ എൻട്രി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ന്യൂ ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് പ്രീമിയത്തിലാണ്, അതായത് എക്സ്ട്രാ എമൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷേ റിഡീം ചെയ്യുന്നത് പാറിലാണ്. ഈ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, പാർ വാല്യൂവിൽ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണോ പാർ വാല്യൂ, കേസിൽ 25 ആണ്, ആ ഒരു 25ൽ റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട് മാത്രമേ നമുക്ക് റിഡീം ചെയ്യാൻ, പാർ വാല്യൂവിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്ട്രാ നമ്മൾ പ്രീമിയം റേസ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് 48,000 റേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സം അതർ പർപ്പസിന്, ക്ലിയർലി പറയുകയാണെന്നുണ്ടെങ്കിൽ റിഡംഷൻ്റെ സമയത്ത് വരുന്ന പ്രീമിയം മീറ്റ് ചെയ്യുന്നതിന് മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ അതിനെ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളുടെ റിഡംഷൻ എന്ന് പറയുന്നത് നേരത്തുള്ള സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂവിൻ്റെ എൻട്രിയിൽ മാത്രമാണ് നമുക്ക് ചേഞ്ച് വരിക. ഇഷ്യൂവിൻ്റെ എൻട്രിയിൽ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കൂടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതിൽ നമ്മൾ എഴുതേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, പ്രീമിയത്തിൻ്റെ എമൗണ്ട് 2 റുപ്പീസ് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ 24,000 ഇൻറ്റു 2 48,000 ആണ് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ വരുന്നത്. ഈ ഒരു അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അണ്ടർ റിസർവ്സിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിനെ കാണിക്കും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂട്ടിലൈസ്ഡ്, നമ്മൾക്ക് ആ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ട പർപ്പസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു എത്രയാണോ ബാലൻസ് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ അതിനെ യൂസ് ചെയ്തിട്ടില്ല, 48,000 നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ്
ഷെയർസിൻ്റെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തത് എന്നുള്ളത് നന്നായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ് 27 എമൗണ്ട് ഒരിക്കലും എടുക്കരുത്. ഇഫ് ദ ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീംഡ് അറ്റ് പാർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം. തേർഡ് കേസ് നോക്കുക. ഇപ്പോഴേ ഇതുകൂടെ നോക്കിയാലാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലാവുക. ഇവിടെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണ് ആൻഡ് ഇറ്റ്സ് ഓൾസോ റിഡീംഡ് അറ്റ് പ്രീമിയം. ഇവിടെ നിങ്ങൾ നോക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ നോക്കുക, എഴുതുക. ഡി ലിമിറ്റഡ് ഹാഡ് 2007% redeemable preference shares of ₹50 each fully paid up. Okay, fully paid up ആയിട്ടുള്ള 2000 ഷെയർസ് പ്രിഫറൻസ് ഷെയർസ് ആണ് കമ്പനിക്ക് ഉള്ളത്, ഓഫ് ₹50 ഈച്ച്. സോ 1 lakh, ടോട്ടൽ 1 lakh ആണ് ഇവരുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദ കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദീസ് ഷെയർസ് അറ്റ് 5% പ്രീമിയം by the issue of sufficient number of equity shares of ₹10 each fully paid up at 10% premium. എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനി ഇവരുടെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നുണ്ട് അറ്റ് 5% പ്രീമിയം. ഇവിടെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. കമ്പനി പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. നേരത്തെ 2 കേസിലും പാർ വാല്യൂവിൽ തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, റിഡീം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ കമ്പനി റിഡീം ചെയ്യുന്നത് 5% പ്രീമിയത്തിനാണ്. അതായത് 1 lakh കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ഹോൾഡേഴ്സാണ്. 2000 × 50 = 1 lakh. അവർക്ക് തിരിച്ച് ഇവർ കൊടുക്കുന്നത് 5% എക്സ്ട്രാ ആണ്. ഓക്കെ, 5% പ്രീമിയത്തിലാണ് തിരിച്ച് കമ്പനി കൊടുക്കുന്നത്. ദെൻ അതിനുവേണ്ടി ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ്. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഫുള്ളി പെയ്ഡ് അറ്റ് 10% പ്രീമിയം. അവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. എന്താണ്, പ്രീമിയത്തിലാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതും ആൻഡ് പ്രീമിയത്തിലാണ് കമ്പനി റീപേയ്മെൻറ്റ് നടത്തുന്നതും. റീപേയ്മെൻറ്റ് നടത്തുന്നത് 5% പ്രീമിയത്തിലാണ് ആൻഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 10% പ്രീമിയത്തിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ വർക്കിംഗ് നോട്ടിലായിട്ട് കാണിക്കണം. ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. The company had 75,000 undistributed profit in profit and loss statement on the date of redemption. ഓക്കെ, കമ്പനിക്ക് എന്തുണ്ട്, കമ്പനിക്ക് ആ ഒരു റിഡംഷൻ ഡേറ്റിൽ 75,000 അവരുടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതെപ്പം മാത്രമാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇഫ് ദ കമ്പനി ഹാവ് നോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓർ ഇഫ് ദ കമ്പനീസ് സെക്യൂരിറ്റി പ്രീമിയം ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദ പ്രീമിയം ഓൺ റിഡംഷൻ, ദെൻ വി ഹാവ് ടു കൺസിഡർ ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യണമെന്നില്ല. എന്നാൽ ആ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട് സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിൽ നിന്നും കൂടെ ബാക്കി എമൗണ്ട് യൂസ് ചെയ്യാം. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അതർവൈസ് ഫസ്റ്റ് നിങ്ങൾ കൺസിഡറേഷൻ കൊടുക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനാണ്. അതിൽ എമൗണ്ട് ഇല്ലെങ്കിൽ മാത്രം അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എത്ര ഇക്വിറ്റി ഷെയർസാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, അതിൽ നോക്കുക, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണ്, നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുക. 2000 × 50 ദാറ്റ് ഈസ് 1 lakh. 1 lakh ആണ് നമുക്ക് ടോട്ടൽ വരേണ്ട
പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ആൻഡ് അത് നമുക്ക് റെഡീം ചെയ്യുന്നതിന് എത്രയാണ് നമ്മൾ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്, എത്രയാണ് നമ്മൾ റെഡീം ചെയ്യുന്നത് 10 rupees വെച്ചുകൊണ്ടാണ്. ഓക്കെ, 10 rupees. നിങ്ങൾ നോക്കുക, റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫേസ് വാല്യൂവിലാണ് ഡിവൈഡഡ് ബൈ ന്യൂ ഷെയർസിൻ്റെ ഫേസ് വാല്യൂ. പ്രീമിയം എമൗണ്ട് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷമായിരിക്കരുത് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുക. അതായത് 5% പ്രീമിയത്തിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5% പ്രീമിയത്തിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. അത് നിങ്ങൾ ഷെയർസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രീമിയം എമൗണ്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എത്രയാണോ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫേസ് വാല്യൂ, നമ്മൾ റീപേയ്മെൻറ്റ് നടത്തേണ്ട ഫേസ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ 1 lakh ആണ്, ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ദ ന്യൂ ഷെയർ, ദാറ്റ് ഈസ് 10. ഓക്കെ, അതല്ലാതെ നിങ്ങൾ പ്രീമിയം കൂടെ ആഡ് ചെയ്ത എമൗണ്ട് വെച്ചുകൊണ്ടായിരിക്കരുത് ഷെയറിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയർസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 1 lakh ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 10,000. ഓക്കെ, 10,000 ആണ് നമ്മൾ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് പറഞ്ഞു, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം സഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളുടെ അവൈലബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എമൗണ്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു റിസർവ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ കമ്പനിയുടെ റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം പേയ്മെൻറ്റ് നടത്താവൂ. അതില്ലാത്ത കേസിൽ മാത്രമേ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നോക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര പ്രീമിയം തിരിച്ചു കൊടുക്കാനുണ്ട് നിങ്ങൾ നോക്കുക. നമുക്ക് ടോട്ടൽ 1 lakh ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് തിരിച്ചു കൊടുക്കേണ്ട, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടത് 1 lakh ആണ്. അത് തിരിച്ചു കൊടുക്കുന്നത് 1 lakh പ്ലസ് പ്രീമിയം ഓഫ് 5%. ഓക്കെ, 1 lakhൻ്റെ 5% മീൻസ് 5,000 ആണ് അവരുടെ പ്രീമിയം വരുന്നത്. 5,000 rupees ആണ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. 1 lakh ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവർ തിരിച്ചു കൊടുക്കുന്നത് 1,05,000 ആണ്. 5,000 മീൻസ് 1 lakhൻ്റെ 5% 5,000, അതാണ് പ്രീമിയം എമൗണ്ട് ഇവിടെ പറയുന്നത്. ഈ 5,000 എമൗണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്തുകൊണ്ട് മീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അവൈലബിൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആ ഒരു അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. സോ ദർ ഈസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അല്ലേ. 10% പ്രീമിയം ആ ഒരു അക്കൗണ്ടിൽ നമ്മൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് എത്രയാണ്, 10,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവിടെ ജനറേറ്റ് ചെയ്യുന്നത് എത്രയാണ്, 10 rupees വരുന്ന നോക്കുക, 10 rupees വരുന്ന ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഫേസ് വാല്യൂ ഈസ് 10. അങ്ങനെ വരുന്ന 10,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 lakh പ്ലസ് 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്.
10% എന്ന് പറഞ്ഞാൽ 1 rupee അല്ലെങ്കിൽ 10,000 10%. ഓക്കെ, 10% ഓഫ് 1 lakh ഈസ് ഈക്വൽ ടു 10,000 നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നല്ലോണം നോക്കുക. 10 rupees വരുന്ന 10,000 ഷെയർസാണ് നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. പ്ലസ് അവിടെ പ്രീമിയം 10% ഉണ്ട്. സോ 10 into 10,000 ഈസ് ഈക്വൽ ടു 1 lakh ആണ് നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ വാല്യൂ. അതിൻ്റെ 10% സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, 1 lakhൻ്റെ 10% മീൻസ് 10,000 സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ ഇപ്പോൾ 10,000 rupees ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ 10,000 rupees ഉണ്ട്. ആൻഡ് നമുക്ക് കൊടുക്കേണ്ട പ്രീമിയം എത്രയാണ്? 5%. ഓക്കെ, തിരിച്ചു കൊടുക്കേണ്ടത് 5% ആണ്. 5% ഓഫ് 1 lakh. 1 lakh ആണ് നമ്മളുടെ പ്രിഫറൻസ് ഷെയർസ്. അതിൻ്റെ 5% ആണ് പ്രീമിയം, അവർക്ക് കൊടുക്കേണ്ട പ്രീമിയം. ദാറ്റ് ഈസ് 5,000. 1 lakhൻ്റെ 5% മീൻസ് 5,000 ആണ് പ്രീമിയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 10,000 എമൗണ്ട് ഉണ്ട്, കൊടുക്കേണ്ടത് 5,000 ആണ്. അപ്പോൾ നമുക്ക് ആ 5,000 എമൗണ്ട് അവൈലബിൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താം. നമുക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സപ്പോസ് നമുക്ക് കൊടുക്കാനുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീപേയ്മെൻറ്റ് ടൈമിൽ കൊടുക്കാനുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം ഒരു 20% ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 20,000 ആണെന്ന് വിചാരിക്കുക. 1 lakhൻ്റെ 20%, ദാറ്റ് ഈസ് 20,000 ആണെന്ന് വിചാരിക്കുക. 20,000 ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്കൗണ്ടിൽ 10,000 ഉള്ളൂ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ 10,000 ഉള്ളൂ. 20,000 നമുക്ക് കൊടുക്കാനും ഉണ്ടെന്നുണ്ടെങ്കിൽ 10,000 നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാം. ആൻഡ് ബാലൻസ് വരുന്ന 10,000 ഉണ്ടല്ലോ, ആ 10,000 നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം, 75,000 നിന്ന് എടുക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബാലൻസ് എമൗണ്ട് വരുന്നില്ല, 5,000 മാത്രമേ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ആ 5,000 നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നും എടുക്കാം. ബാക്കി എന്നാലും ബാലൻസ് അവിടെ 5,000 വരും. ആ 5,000 ബാലൻസ് ഷീറ്റിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കും. ഓക്കെ, അത് നമുക്ക് ബാലൻസ് ആയിട്ട് അവിടെ കിടക്കും. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് മാത്രം ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എടുത്താൽ മതി. ഇതാണ് ഇവിടെ വരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. ജേർണൽ എൻട്രി എഴുതുന്ന വിധം എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അവിടെ എക്സ്ട്രാ വരുന്നൊരു അക്കൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ടോട്ടൽ 1,10,000 നമ്മൾ റേസ് ചെയ്യുന്നു. അതിൽ 1 lakh എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ₹10 വെച്ച് റേസ് ചെയ്യുന്നതാണ്. ആൻഡ് 10% പ്രീമിയമാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകുന്ന 10,000 എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എത്രയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട്? അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റിഡംഷൻ സമയത്ത് നമ്മൾ 5,000 rupees എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, പ്രീമിയം എന്നുള്ള രീതിയിൽ. ഇതിന് നമ്മൾ ഫസ്റ്റ് പ്രീമിയം ഓൺ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നും 5,000 rupees നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതാണ് സെക്കൻഡ് എൻട്രി. അത് നിങ്ങൾ നോക്കുക. കൊടുക്കാനുള്ള 5,000 rupeesനെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്നും പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് എൻട്രി. തേർഡ് എൻട്രി
ഈസ് എത്രയാണ് എമൗണ്ട് ഇവർക്ക് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എൻട്രിയാണ്. ഈ കേസിൽ എത്ര ഡ്യൂ ആകുന്നുണ്ട്? ഫേസ് വാല്യൂ പ്ലസ് 5% പ്രീമിയം കൂടെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ആകുന്നുണ്ട്. അപ്പോൾ എന്ത് വരും? 1 lakh എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിൽ ഒരു 5,000 കൂടെ ഉണ്ട്. ഇതും ഇവർക്ക് ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ടാണ്. ടോട്ടൽ 1,05,000 ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഈ കേസിൽ ഡ്യൂ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നും എത്ര എമൗണ്ടാണ് പ്രീമിയമായിട്ട് റിഡീം ചെയ്യുന്നതെങ്കിൽ അത്രയും എമൗണ്ട് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രീമിയം റിഡീം ചെയ്യുന്നത്. അതിനുവേണ്ടി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഓക്കെ, ആൻഡ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കംപ്ലീറ്റ് 1,05,000 അവർക്ക് പേയ്മെൻറ്റ് നടത്തുക. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. 1 lakh അവരുടെ ഫേസ് വാല്യൂ ആണ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടാണ്, പ്ലസ് 5% പ്രീമിയത്തിലായതുകൊണ്ടാണ് 5,000 rupees എക്സ്ട്രാ അവർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്. ആ 5,000 പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ പ്രീമിയത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നും എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലാത്ത കേസിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ടിൽ നമുക്ക് സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ലാത്ത കേസിലോ നമുക്ക് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റോ ജനറൽ റിസർവോ യൂസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിനി നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് വർക്കിംഗ് നോട്ട് എഴുതുക. ആൻഡ് നിങ്ങൾ ഈ ഒരു പോയിൻ്റ് ഒരു ബോക്സ് വരച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതായത് പ്രീമിയം ഇൻ കേസ് ഓഫ് ദ എമൗണ്ട് ഓഫ് പ്രീമിയം റിസീവ്ഡ് ഇൻ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് cannot be utilized for redemption of preference shares to the extent of face value of shares. നമ്മൾ പറഞ്ഞു, സെക്കൻഡ് കേസിൽ പറഞ്ഞു, പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫേസ് വാല്യൂ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരിക്കലും ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റില്ല. റാദർ it can be utilized for the purpose of premium in case of redemption. എന്താണ്? ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള പ്രീമിയം നമുക്ക് റിഡംഷൻ്റെ സമയത്ത് ഫേസ് വാല്യൂ റിഡീം ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. റിഡീം ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം എമൗണ്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രഷ് ഇഷ്യൂവിൻ്റെ കേസിലുള്ള പ്രീമിയം എമൗണ്ട് നമുക്ക് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വെക്കണം. ഓക്കെ.